അലീനയുടെ മുൻപിൽ മുട്ടുമടക്കി സ്റ്റാലിൻ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേലാണെങ്കിൽ സ്റ്റാലിൻ അലീനയെ ഉപദേശിക്കുകയും അലീനയെ പഠിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അലീന സ്റ്റാലിനെ പഠിപ്പിക്കുകയാണ്. ബാലചന്ദ്രൻ പറഞ്ഞത് അപ്പോൾ ഓർമ്മയിലേക്ക് നമുക്കെല്ലാവർക്കും വരുന്നതാണ്. അതായത് അലീന ഒരു നല്ല വ്യക്തിയാണ്. അതായത് അവൾക്ക് കൂടുതൽ തെറ്റ് ചെയ്യുന്നതോ ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കുന്നതോ ഒന്നും തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് സ്റ്റാലിൻ്റെ മൂശാട്ട സ്വഭാവം അവളുടെ അടുത്തൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അവളതെല്ലാം മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. നമ്മുടെ അലീന സ്റ്റാലിനോട് ആ കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയാണ്. താൻ ഒരിക്കലും ഭക്ഷണം വേസ്റ്റാക്കുന്നതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചിട്ട. അലീന എന്ന് പറയുമ്പോൾ എന്ത് ചിട്ടയും കാര്യങ്ങളായാലും ആഹാരം വേസ്റ്റാക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുകയാണ്. തുടർന്ന് അലീന ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുകയാണ്. ഇങ്ങനെയൊക്കെ രീതിയാണെങ്കിൽ ഇവിടെ തുടരാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെ സ്റ്റാലിൻ്റെ ചെറിയ രീതികളൊക്കെ അങ്ങനെ അലീനയ്ക്ക് മുൻപിൽ അഴിയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മളെ അലീനയാണെങ്കിൽ സ്റ്റാലിൻ്റെ അടുത്തേക്ക് മെല്ലെ ചെല്ലുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ രീതികൾ ഇങ്ങനെ തന്നെയാണ്. അനാഥാലയത്തിൽ വിശന്നിരുന്ന സമയങ്ങളുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിത് പറയുന്നത് എന്ന് പറയുമ്പോൾ സ്റ്റാലിന് തൻ്റെ തെറ്റ് മനസ്സിലാകുന്നുണ്ട്. താൻ അനുഷ്ഠിച്ചു വന്ന ചിട്ടകൾ മാറ്റാൻ സമയമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന സ്റ്റാലിനാണെങ്കിൽ മെല്ലെ ആ ചിട്ട മാറ്റുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് അലീനയോട് പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം ഞാൻ ആർമിയിൽ പഠിച്ചത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ മൂല്യം നീയാണ് എന്നെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയോട് മാപ്പ് ചോദിക്കുകയാണ്. തുടർന്ന് മോൾ എന്തെങ്കിലും കഴിക്കുക എന്ന് പറയുന്നതും കാണാൻ കഴിയും. ഒടുവിൽ അലീന വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ.